നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്കൊരു പീക്ക് പെർഫോമറായി മാറാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ മേഖലയിൽ ഒരു ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ, പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ, അതിനായി നമ്മൾ എന്തൊക്കെയാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന കാര്യമാണ്. നമുക്ക് നമ്മളോട് തന്നെ മതിപ്പ് കൂടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, ബിൽഡ് ഹൈ സെൽഫ് എസ്റ്റീം. ഒരു ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാൻ തയ്യാറാവും. എന്താണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമാണ്. അതായത് അവനവനെ കുറിച്ച് തന്നെ ആലോചിച്ച് തോന്നുന്ന അഭിമാനമാണ്. ആത്മാഭിമാനവും അഹങ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. മറ്റുള്ളവരെ പോലെ തന്നെ എന്നെ കൊണ്ടും അത് കഴിയും, എനിക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആത്മാഭിമാനം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മാഭിമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ മോശക്കാരനാണ്, ഞാൻ ശരിയല്ല, ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റി നമുക്ക് പലതും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കോമ്പീറ്റൻസി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയ ഒരു ആക്ടിവിറ്റി തരാം. ഈ വീഡിയോയുടെ താഴെ ഞാൻ അടിപൊളിയാണ്, ഞാൻ കിടിലനാണ് എന്നൊന്ന് കമന്റ് ചെയ്യണം. ഞാൻ അടിപൊളിയാണ്, ഞാൻ കിടിലനാണ് എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. 2, ഹാവ് എ ക്ലിയർ മിഷൻ. കൃത്യതയുള്ള ഒരു മിഷൻ വേണം. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദൗത്യമാണ്, അല്ലെ? കൃത്യതയുള്ള ഒരു ദൗത്യം വേണം. കാരണം വിഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. നമ്മുടെ ജീവിതകാലം മൊത്തം കൊണ്ടോ അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കൊണ്ടോ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും വിഷനായി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ മിഷൻ എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നത് കുറച്ച് നാളുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട എന്തോ ഒന്നാണ്. അതെന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് അതാണ് നിങ്ങളുടെ ദൗത്യം. അപ്പൊ ആ ഒരു മിഷൻ കൃത്യതയുള്ള ഒരു മിഷൻ ആണെങ്കിൽ ആ ഡെഡ് ലൈനിൽ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ദിവസത്തിനുള്ളിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ശരിക്കും എഫേർട്ട് എടുക്കാൻ തയ്യാറാവും. അത്തരത്തിൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ കൃത്യതയുള്ള ഒരു ദൗത്യം വേണം. എന്താണ് വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ദൗത്യം എന്താണ്? ആ ദൗത്യം എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റാർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹവുമായി കണക്ട് ചെയ്ത് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക. 3, ഡെവലപ്പ് എ സ്ട്രാറ്റജിക് പ്ലാൻ. ഒരു കൃത്യതയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാൻ നമ്മൾ റെഡി ആവണം. പ്ലാൻ എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം, നമ്മളൊരു വീട് പണിയുന്നതിന് മുന്നേ ഒരു പ്ലാൻ വരയ്ക്കും. ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്മളുടെ പീക്ക് പെർഫോമൻസ്, ഉയർന്ന പ്രകടനം പുറത്തെടുക്കാൻ നമ്മളൊരു കൃത്യമായ സ്ട്രാറ്റജിക് പ്ലാൻ തയ്യാറാക്കണം. അപ്പൊ എന്താണ് ഈ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ അറിവ് കൂട്ടുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായി എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നൈപുണ്യം കൂട്ടാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ പുതിയ ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായി എന്തൊക്കെ ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയെ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് വിളിക്കാം. അപ്പൊ ഒരു കൃത്യതയുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മളൊരു പീക്ക് പെർഫോമൻസിൽ എത്താൻ വേണ്ടി ചെയ്യേണ്ടത്. നമ്മളുടെ മേഖലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അറിവാണ്, എന്തൊക്കെ മനോഭാവമാണ്, എന്തൊക്കെ പുതിയ നൈപുണ്യമാണ്, അല്ലെങ്കിൽ നിലവിലുള്ള നൈപുണ്യത്തെ എങ്ങനെ കുറച്ചുകൂടെ മൂർച്ചപ്പെടുത്താം, എന്തൊക്കെ പുതിയ ശീലങ്ങളാണ്, ഇത് ചിന്തിച്ച് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ റെഡി ആണെങ്കിൽ ഐ ആം റെഡി ടു മേക്ക് എ സ്ട്രാറ്റജിക് പ്ലാൻ ISP. ഐ ആം റെഡി ടു മേക്ക് എ സ്ട്രാറ്റജിക് പ്ലാൻ ISP എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. 4, മെന്റൽ റിഹേഴ്സൽ. നമ്മൾ മാനസികമായി ഒരു റിഹേഴ്സൽ ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ എങ്ങനെ ഇരിക്കും? അത് മനസ്സുകൊണ്ട് കാണാൻ കഴിയണം. മനസ്സുകൊണ്ട് ആ പ്രകടനം വീണ്ടും 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 ചെയ്യണം. നമ്മളിപ്പോ ഒരു ട്രെയിനർ ആണെന്ന് ഇരിക്കട്ടെ, നമ്മളിപ്പോ ഒരു 100 പേർക്കാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ പീക്ക് പെർഫോമൻസ് ആയിട്ട് ഒരു 2000 പേർക്ക് ക്ലാസ് എടുക്കുന്നതാണ് ഉള്ളതെങ്കിൽ ആ 2000 പേർക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു പിക്ചർ, ആ ഒരു വിഷൻ ഇടയ്ക്കിടയ്ക്ക് മാനസികമായി റിഹേഴ്സ് ചെയ്യുക. ആ 2000 പേരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കും, എവിടെയെല്ലാം ഓടി നടന്നായിരിക്കും സംസാരിക്കുന്നത്, എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, എങ്ങനെ ആളുകളെ എൻഗേജ് ചെയ്യും, എങ്ങനെ അവരെ കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആക്കും, ഇതിനെ കുറിച്ചൊക്കെ തന്നെ ഒരു മെന്റൽ റിഹേഴ്സൽ ചെയ്യണം, മാനസികമായിട്ടുള്ള റിഹേഴ്സൽ. ഇതാണ് ഒരു ട്രെയിനറായ വ്യക്തി ചെയ്യേണ്ടത്. എങ്കിൽ താങ്കൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും ആ മേഖലയുമായി ഒരു പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുക. ആലോചിച്ച ശേഷം അതൊന്ന് മെന്റലി റിഹേഴ്സ് ചെയ്യുക. താങ്കൾ അത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് മെന്റലി റിഹേഴ്സ് ചെയ്യുക. ഇത് വളരെ പവർഫുൾ ആണ്. ഇതൊരു വിഷ്വലൈസേഷൻ ടൂൾ ആണ്. നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സ് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അവിടെ നടത്തുന്നത്. 5, ബി ആക്ഷൻ ഓറിയന്റഡ്. വെറുതെ മാനസികമായി തയ്യാറെടുപ്പ് നടത്തിയോണ്ട് മാത്രം കാര്യമില്ല, ആക്ഷൻ ഓറിയന്റഡ് ആവണം.
നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. അതിനുവേണ്ടി പല പല ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ? അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കുറച്ചുകൂടി മികച്ച പ്രകടനം കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 10 കാര്യങ്ങളാണെങ്കിൽ അതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതിൽ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് ഓരോന്നോരോന്ന് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്യുക. അതിനെ കുറച്ചുകൂടെ മനോഹരമായി ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുക. അത് വീണ്ടും ലിസ്റ്റ് ചെയ്യുക. അത് വീണ്ടും ചെയ്യുക. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്, കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്നും പഠിക്കുന്ന ആ ഒരു പ്രോസസ്, അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇതിലൂടെ ഒരു പീക്ക് പെർഫോമർ ആവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ആക്ഷൻ ഓറിയന്റഡ്, പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഇപ്പൊ ഈ വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതാൻ തയ്യാറായാൽ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ലൈഫിൽ ഇന്ന് തൊട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായാൽ ലൈഫിൽ വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പീക്ക് പെർഫോമൻസിലേക്ക് കടക്കാനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇതൊരു എഴുതി വെച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ആദ്യം തൊട്ട് തന്നെ കേൾക്കുക. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് എഴുതി വെക്കുക. എന്തൊക്കെ ഇന്ന് തൊട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യുക. ഇന്ന് തൊട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. റെഡിയാണോ? റെഡിയാണെങ്കിൽ എസ് എന്നൊന്ന് കമന്റ് ചെയ്ത് അറിയിച്ചേക്കണം. നിങ്ങൾ തയ്യാറാണെങ്കിൽ എസ് എന്ന് ഡെഫിനറ്റ്ലി വളരെ സന്തോഷമായിരിക്കും ആ കമന്റ് കാണുന്നതിൽ. എസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. 6, ഗുഡ് അസോസിയേഷൻസ്. നല്ല അസോസിയേഷൻസ് ഉണ്ടാക്കുക. കാരണം നമുക്ക് നമ്മുടെ പീക്ക് പെർഫോമൻസിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തെറ്റായ ആളുകളോടൊപ്പമാണ് സഹകരിക്കുന്നതെങ്കിൽ, നമ്മളെ യാതൊരു വാല്യൂയും കൽപ്പിക്കാത്ത, നമുക്ക് യാതൊരു വിലയും തരാത്ത ആളുകളോടൊപ്പമാണ് നമ്മൾ സഹകരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വില കുറച്ച് കാണാനേ പലപ്പോഴും തോന്നുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ട മൂല്യം തരുന്ന, നമുക്ക് വേണ്ട രീതിയിലുള്ള വില തരുന്ന ആളുകളോടൊപ്പം സഹകരിച്ചാൽ, അതുപോലെ തന്നെ കൃത്യമായ പുതിയ ഫിലോസഫികളും പുതിയ ഐഡിയകളും ഒക്കെ തരുന്ന വ്യക്തികളോട് സഹകരിച്ചാൽ തീർച്ചയായും നമ്മുടെ വളർച്ചയ്ക്ക് അത് ഒരുപാട് സഹായകരമാവും. നല്ല റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്ത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ഡെഫിനറ്റ്ലി അത് നമുക്കും അവർക്കും വളരാൻ സഹായകരമാവും. അതല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്കും അവർക്കും പരാജയപ്പെടാനേ അത് സഹായകരമാവുള്ളൂ. അതുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, നല്ല അസോസിയേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട വ്യക്തി ചെയ്യേണ്ട 6ാമത്തെ കാര്യം. 7, ഇന്നർ പീസ് ആൻഡ് കാംനെസ്. നമ്മൾ പീസ്ഫുൾ ആയിരിക്കാൻ തയ്യാറാവണം. നമുക്ക് സമാധാനം വേണം. നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം വേണം. അപ്പൊ നമുക്ക് സമാധാനം ഇല്ലാതെ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നമുക്ക് ആങ്കർ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. ആ ആങ്കർ ഒന്നും നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. ദേഷ്യം ഒന്നും പെട്ടെന്ന് എടുത്ത് കളയാനൊന്നും നടക്കില്ല. പക്ഷേ ആ ദേഷ്യം ഉണ്ടാകുമ്പോൾ ആ ദേഷ്യത്തെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ ആ ദേഷ്യത്തെ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിയാത്മകമായ പ്രവൃത്തി കൊണ്ടിടാൻ പറ്റും. ദേഷ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 10 കസ്റ്റമേഴ്സിനെ കൂടുതൽ പോയി കാണുക, കഷ്ടപ്പെടുക, ആ പെയിൻ എടുക്കുക. ആ ഒരു ലെവലിൽ ആങ്കർ വരുന്ന സമയത്ത് നമ്മുടെ എനർജി ഭയങ്കര ഹൈ ആണ്. ആ ഹൈ ആയ എനർജിയെ കൃത്യമായി മാനേജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല, സമാധാനമായിട്ടിരിക്കാൻ അല്ലെങ്കിൽ കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന പല ആളുകളും ചിന്തിക്കും, എപ്പോഴും അങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ, ദേഷ്യം വരില്ലേ? അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഉത്തരവാണ് ഇപ്പൊ പറഞ്ഞത്. ആ ആങ്കറിനെ കൃത്യമായി എവിടെ ഉപയോഗിക്കാമോ അവിടെ ഉപയോഗിക്കുക. അതല്ലാത്ത പക്ഷം നമ്മൾ സമാധാനമായിട്ടിരിക്കുക എന്ത് ചെയ്യാൻ പറ്റുമോ? സിനിമ ആണെന്നാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്? ഒരു സിനിമ ആണ്. അതല്ല, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതാണോ സമാധാനം കിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിക്കുന്നതാണോ? നിങ്ങൾക്ക് എന്താണോ സമാധാനം കിട്ടുന്ന, ഒരു കാംനെസ് കിട്ടുന്ന ആക്ടിവിറ്റി അത് ചെയ്യുക. നിങ്ങളുടെ പീക്ക് പെർഫോമൻസിനെ സഹായിക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾ കാമായി, നിങ്ങൾ പീസ്ഫുൾ ആയി നിലനിൽക്കുന്നത്. 8, സെൽഫ് ഡിസിപ്ലിൻ. ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണം. നമുക്ക് പീക്ക് പെർഫോമൻസ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം മാത്രം പോരാ, അതിനോടൊപ്പം ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണം. അതായത് നമ്മൾ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൂട്ടം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പീക്ക് പെർഫോമൻസ് നമ്മൾ എത്തുള്ളൂ. ഇത് കൃത്യമായി ചെയ്തു തീർക്കണമെങ്കിൽ എവറി ഡേ പ്രാക്ടീസ് ആവശ്യമാണ്. എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആക്ഷൻ ഓറിയന്റഡ് ആയി വീണ്ടും വീണ്ടും പലതും ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ വേണം. ഇവിടെ ഗുരു നമ്മൾ തന്നെയാണ്, ശിഷ്യനും നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോഴാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ ഡിസിപ്ലിൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമ്മളെ ഡിസിപ്ലിൻ ആക്കി മാറ്റിയാൽ പിന്നെ വേറെ ആരും നമ്മളെ ഡിസിപ്ലിൻ ആക്കാൻ വരില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് നമ്മളെ സെൽഫ് ഡിസിപ്ലിൻഡ് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണോ പീക്ക് പെർഫോമൻസിലേക്ക് എത്താൻ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മറ്റാരും നമ്മളെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല. നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിക്കും. നമ്മൾ തന്നെ നമ്മളെ കൃത്യമായി ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നയിക്കും. ആ ഒരു തീരുമാനമെടുക്കുക, സെൽഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് പുറത്തെടുക്കാൻ അത് സഹായകരമാവും. 9, പെർസിവിയറൻസ്. പെർസിവിയറൻസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, നിരന്തരമായി, സ്ഥിരോത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. പീക്ക് പെർഫോമൻസിൽ എത്തണേ വേറെ മാർഗമൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നമ്മൾ ഒരു കാര്യം ഇന്ന് ചെയ്തു, ഒരു വർഷത്തിന് ശേഷം പീക്ക് പെർഫോമർ ആണെന്നുള്ളത് നടക്കില്ല.
ഇന്ന് തൊട്ട് വരുന്ന എല്ലാ ദിവസവും ഈ വർഷത്തിൽ ചെയ്യാൻ തയ്യാറായാൽ, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ചെയ്യാൻ തയ്യാറായാൽ നമുക്കൊരു പീക്ക് പെർഫോമറായി മാറാൻ കഴിയും. അപ്പൊ നമ്മൾ അതിനായിട്ട് നിരന്തരമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ആ പെർസീവിയറൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കൃത്യമായും പീക്ക് പെർഫോമൻസ് ആയിട്ട് മാറുന്ന എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതിപ്പോ നന്നായി തബല വായിക്കുന്ന വ്യക്തിയാണെങ്കിലും അതിന്റെ പീക്ക് പെർഫോമൻസിൽ എത്തിയ വ്യക്തി അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം അതേപോലെ പെർസീവിയറൻസോടെ പ്രാക്ടീസ് ചെയ്ത ആളാണ്. നമുക്കറിയുന്ന സിനിമാ താരങ്ങളിൽ, സിനിമാ നടന്മാരിൽ ഒരുപാട് ആളുകൾ അവരവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും അവരുടെ ആക്ടിങ് സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും പെർസീവിയറൻസോടെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മളും നമ്മുടെ മേഖലയിൽ ഒരു പീക്ക് പെർഫോമറായി മാറണമെങ്കിൽ നൈരന്തര്യ ബുദ്ധിയോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി മുൻപോട്ട് പോകാൻ തയ്യാറാവണം. 10, കണ്ടിന്യൂസ് ലേണിംഗ്. കണ്ടിന്യൂസ് ആയി പഠിക്കാൻ തയ്യാറാവണം. എനിക്കെല്ലാം അറിയാം, ഇനി പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് പീക്ക് പെർഫോമർ ആവാൻ കഴിയില്ല. കാരണം കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ആ ഒരു അപ്ഡേഷൻ, ആ ഒരു അപ്ഗ്രഡേഷൻ ഇതുണ്ടാക്കണമെങ്കിൽ പഠിക്കാൻ തയ്യാറായ പറ്റും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്താൽ പോലും അതിന് ഇടയ്ക്കിടയ്ക്ക് പുതിയ അപ്ഡേറ്റ്സ് വരികയാണ്. അപ്പോൾ നമ്മൾ ഇത്ര പഠിച്ചിട്ടുണ്ട്, ഈ പഠിച്ചൊക്കെ മതി, പുതുതായൊന്നും പഠിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും, നമ്മൾ റീപ്ലേസ്ഡ് ആവും. നമ്മുടെ പീക്ക് പെർഫോമൻസ് പോയിട്ട് നമ്മുടെ നോർമൽ പെർഫോമൻസ് പോലും കാഴ്ചവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലേൺ ചെയ്യാനുള്ള ഒരു മനസ്സ്, എനിക്കെല്ലാം അറിയാം എന്ന മനസ്സ് മാറ്റിയിട്ട് എനിക്കെല്ലാം പഠിക്കാൻ കഴിയും, എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ചിന്തിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ പറഞ്ഞ ഈ 10 കാര്യങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പീക്ക് പെർഫോമർ ആവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊന്ന് റീക്യാപ്പ് ചെയ്തു തരാം. നമ്പർ 1, ബിൽഡ് ഹൈ സെൽഫ് എസ്റ്റീം. ഒരു മികച്ച ആത്മാഭിമാനം സൃഷ്ടിച്ചെടുക്കുക. നമ്പർ 2, ഹാവ് എ ക്ലിയർ മിഷൻ. കൃത്യമായ ഒരു ദൗത്യം ഏറ്റെടുത്ത്, ക്ലിയർ ആയ ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവുക. നമ്പർ 3, ഡെവലപ്പ് സ്ട്രാറ്റജിക് പ്ലാൻ. നമ്മുടെ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, ഹാബിറ്റിൽ മാറ്റം വരുത്താനുള്ള സ്ട്രാറ്റജിക് പ്ലാനുകൾ തയ്യാറാക്കുക, അതിനെ ഫോളോ ചെയ്ത് മുൻപോട്ട് പോവുക. നമ്പർ 4, മെന്റലി റിഹേഴ്സ് ചെയ്യാൻ തയ്യാറാവുക. നമ്പർ 5, ബി ആക്ഷൻ ഓറിയന്റഡ്. പ്രവർത്തികൾ ചെയ്ത് തന്നെ മുൻപോട്ട് പോവുക. നമ്പർ 6, ഗുഡ് അസോസിയേഷൻസ്. നല്ല മനുഷ്യരുമായി ഇടപെടുന്ന ആ ഒരു ഹാബിറ്റ് എത്രയും വേഗം ബിൽഡ് ചെയ്യുക. നമ്പർ 7, ഇന്നർ പീസ് ഇന്നർ കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാവുക. നമ്പർ 8, എഫക്റ്റീവ് ആയതിൽ നമ്മളെ തന്നെ ഡിസിപ്ലിൻഡ് ആക്കുക, സെൽഫ് ഡിസിപ്ലിൻഡ് ആയി മാറുക. നമ്പർ 9, പെർസിവിയറൻസോടുകൂടി, സ്ഥിരോത്സാഹത്തോടുകൂടി നമ്മൾ മുൻപോട്ട് പോകാൻ തയ്യാറാവുക. ആൻഡ് ഫൈനലി നമ്പർ 10, കണ്ടിന്യൂസ് ലേണിംഗ്. നിരന്തരമായി പഠിക്കാൻ തയ്യാറാവുക. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ഫോളോ ചെയ്യാനും ഒരു മികച്ച പീക്ക് പെർഫോമറായി നിങ്ങളുടെ മേഖലയിൽ മാറാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾ ഏത് മേഖലയിലാണ് പീക്ക് പെർഫോമറായി മാറാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിച്ചാൽ വളരെ സന്തോഷം. നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി എറണാകുളം പ്രയാണ ഹോട്ടലിൽ വെച്ചൊരു സെയിൽസ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സെയിൽസിന്റെ സയൻസ് എന്താണ്, ആർട്ട് എന്താണ്, അതേപോലെ എങ്ങനെ നമുക്കൊരു സെയിൽസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു സെയിൽസ് പ്രൊഫഷണലായി മാറാം, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗുണകരമായ രീതിയിൽ എങ്ങനെ നമുക്ക് ആ സെയിൽസ് മികച്ച രീതിയിൽ ചെയ്യാം, ഇതൊക്കെ പഠിക്കാനും പരിശീലിക്കാനും സഹായിക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ നമ്പറിൽ വിളിച്ച് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താങ്കളുടെ സീറ്റ് റിസർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്കളുടെ സുഹൃത്തുക്കളിൽ, താങ്കളുടെ ബന്ധുക്കളിൽ ആരൊക്കെയാണ് പീക്ക് പെർഫോമർ ആവാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK signing off. ഇന്നത്തെ സെക്ഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. അതായത് സാധാരണ ഒരു ട്രെയിനിങ്ങിനേക്കാൾ വ്യത്യാസം ഇതിനകത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചെയ്യാമെന്ന് ഒരു മാർഗനിർദ്ദേശം ഡിമോയിലൂടെ കാണിച്ചു തരാൻ സാധിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. തിരിച്ചൊരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്ന കുറെ ഡിസിഷൻസ് ഇവിടെ നിന്ന് എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു. നമ്മളിലെ ക്വാളിറ്റി, സെയിൽസ്മാൻ എന്ന് പറയുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടതിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാലമാണ്. അതിന് എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ നവീൻ സാറിന്റെ പ്രോഗ്രാം വളരെയധികം ഗുണം ചെയ്തു. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് സാർ ഈ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശരിക്കും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്, ട്രാൻസ്ഫോമർ ആയിട്ടുണ്ട്. അതിന് നവീൻ സാറിനോട് ഏറെ നന്ദി പറയുന്നു.